ഇതുപോലെയുള്ള കുറെ ദിക്റുകൾ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പൊതുവായി മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ശിഫയുടെ മാർഗങ്ങൾ, ഇതിൽ യഖീനുള്ള ഒരാൾ ഇത് ചെയ്താലേ ഇത് ഫലിക്കുകയുള്ളൂ. ഒരു മുഅ്മിൻ അദൃശ്യത്തിൽ ഗൈബിൽ വിശ്വസിക്കുന്നവനാണ്. അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞാൽ, ഒരു കാര്യം പറഞ്ഞാൽ സമിഅ്നാ വ അതാന, കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ഇതായിരിക്കണം ഒരു മുഅ്മിന്റെ സ്വഭാവം. ആ സ്വഭാവത്തിൽ യഖീനോട് കൂടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ റുഖിയ, രോഗം മാറാനുള്ള മന്ത്രങ്ങൾ, ദിക്റുകൾ ഫലിക്കുക തന്നെ ചെയ്യും. പണ്ഡിതന്മാർ പറയുന്നത് ഭൗതികമായ മാർഗങ്ങൾ, മരുന്നുകൾ, അത് രോഗം മാറാനുള്ള സബബാണ്. അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ള, അവൻ നിശ്ചയിച്ചിട്ടുള്ള സബബുകൾ തന്നെയാണ്, അവന്റെ സൃഷ്ടിയാണ്. ഈ സബബുകളെക്കാൾ ശക്തമായ സബബാണ് റുഖിയ, രോഗം മാറാനുള്ള ദീനിയായ മാർഗങ്ങൾ, ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ. അപ്പൊ ആ ഒരു വിശ്വാസത്തോടു കൂടി, ഒരു മരുന്ന് കുടിക്കുമ്പോൾ നമുക്ക് എത്ര വിശ്വാസം ഉണ്ടാവും, അതിനേക്കാൾ വിശ്വാസത്തോടു കൂടി വേണം ഇങ്ങനെയുള്ള ദിക്റുകളും ദുആകളും ചെയ്യാൻ. അടുത്ത ഹദീസ് വഅൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഅവ്വിദു ബഅദ അഹ്ലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബക്കാരെ തഅവീദ് ചെയ്യാറുണ്ടായിരുന്നു, അവർക്ക് റുഖിയ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. എങ്ങനെയാണ് ചെയ്യുക? ബിയദിഹിൽ യുംന, തന്റെ വലത് കൈ കൊണ്ട് തടവും. വയഖൂൽ, എന്നിട്ട് പറയും. അപ്പൊ രോഗിയോട് ചെയ്യാനുള്ള രണ്ടാമത്തെ രീതിയാണ്, റുഖിയ ചെയ്യാനുള്ള രണ്ടാമത്തെ രീതിയാണ്. വലത് കൈകൊണ്ട് എവിടെയാണോ ശരീരത്തിൽ രോഗമുള്ളത് അല്ലെങ്കിൽ വേദനയുള്ളത് ആ ഭാഗം തടവിക്കൊണ്ട് അല്ലാഹുമ്മ റബ്ബന്നാസ്, ജനങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, അദ്ഹിബിൽ ബഅസ്, നീ രോഗം മാറ്റിക്കൊടുക്കണേ. ഇഷ്ഫി അൻത ഷാഫി, നീ ഈ വ്യക്തിക്ക് ശിഫ നൽകണേ, രോഗശമനം നൽകണേ, നീയാണ് ശമനം നൽകുന്നവൻ. ലാ ശിഫാ ഇല്ലാ ശിഫാഉക്, നിന്റെ ശമനമല്ലാതെ മറ്റൊരു ശമനവുമില്ല. ഷിഫാഅൻ ലാ യുഗാദിറു സഖമ, ഒരു രോഗവും ബാക്കി വെക്കാതെയുള്ള പൂർണ്ണമായ ശമനം, പൂർണ്ണമായ ശിഫ എന്നുള്ള ഈ ദുആ പ്രാർത്ഥിക്കുക. അപ്പൊ ഈ പ്രാർത്ഥന നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ ഇത് പ്രാർത്ഥിക്കുമ്പോൾ കൈ ശരീരത്തിൽ തടവിക്കൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. മറ്റൊരു റിവായത്തിൽ ഇങ്ങനെയാണ് ഈ ദുആ പറഞ്ഞിട്ടുള്ളത്, അല്ലാഹുമ്മ റബ്ബന്നാസ് മുദ്ഹിബൽ ബഅസ്, അദ്ഹിബിൽ ബഅസ് എന്നുള്ളതിന് പകരം മുദ്ഹിബൽ ബഅസ്, രോഗത്തെ മാറ്റുന്നവനായ അല്ലാഹുവേ എന്നാണുള്ളത്. അടുത്ത ഹദീസ്, മൂന്നാമത്തെ റുഖിയ. രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തേത് അൻ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആദനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ രോഗിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സന്ദർശിച്ചു. ഫഖാല, അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ശ്ഫി സഅദൻ, അല്ലാഹുമ്മ ശ്ഫി സഅദൻ, അല്ലാഹുമ്മ ശ്ഫി സഅദൻ. 3 പ്രാവശ്യം ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാഹുമ്മ ഇശ്ഫി സഅദൻ, അല്ലാഹുവേ സഅദിന് നീ ശിഫ നൽകണേ, രോഗശമനം നൽകണേ. ഇത് സുന്നത്താണ്. നമ്മൾ ആരെയാണോ സന്ദർശിച്ചത് ആ വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞ് അല്ലാഹുമ്മ ശ്ഫി ഫുലാനൻ, അല്ലാഹു ഇന്നയാളുടെ രോഗം ശിഫയാക്കണേ എന്ന് പറയുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയാണ്. അതുപോലെ ആ പ്രാർത്ഥന 3 പ്രാവശ്യം ആവർത്തിക്കുക. അപ്പൊ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ, നിങ്ങളുടെ റബ്ബിനെ തദർറു ആയിക്കൊണ്ട്, വളരെ കേണപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. വഖുഫിയ, രഹസ്യമായി കൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പൊ അല്ലാഹുവിന് ഇഷ്ടമുള്ളതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുക, താഴ്മയോട് ചോദിക്കുക എന്നുള്ളത്. ആവർത്തിക്കുക എന്നുള്ളത് താഴ്മയുടെ ഭാഗമാണ്. ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുക എന്നുള്ളത്. അപ്പോ ഇങ്ങനെ പേര് പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ ശ്ഫി ഫുലാനൻ എന്ന് പറയുന്നത് സുന്നത്താണ്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. രോഗികളെ സന്ദർശിക്കുമ്പോൾ നമ്മൾ ഹയാത്താക്കേണ്ട, തിരിച്ചു കൊണ്ടുവരേണ്ട സുന്നത്തുകളാണ്, അല്ലെ? ഒരാള് അവന്റെ സ്ഥാനം, അള്ളാഹുവിന്റെ മുന്നിൽ ഒരാളുടെ സ്ഥാനം അവന്റെ ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം ഈമാൻ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇത്തിബാ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ സ്ഥാനം. വേറൊരാളുടെ അറിവോ അല്ലെങ്കിൽ ഒരാളുടെ മറ്റെന്തെങ്കിലും കഴിവോ ഇതൊന്നും അള്ളാഹുവിന്റെ മുന്നിൽ ഈ കാര്യങ്ങളുടെ അടുത്തെത്തുകയില്ല. ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ മനോഹരമായ ഒരു വാക്കുണ്ട്, ഇന്നമാ യർഫഉ അല്ലാഹു റജുൽ, അള്ളാഹു ഒരു മനുഷ്യനെ ഉയർത്തുക അലാ ഖദ്രി തമസ്സുഖിഹി ബിസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അവൻ എത്ര മുറുകെ പിടിക്കുന്നുണ്ട്. സുന്നത്ത് എത്ര അറിയാമെന്നല്ല, സുന്നത്ത് എത്ര കേൾക്കുന്നതെന്നല്ല, സുന്നത്ത് തമസ്സുഖ്, അതിൽ മുറുകെ പിടിക്കുക, അത് ഹയാത്താക്കുക, ജീവിതത്തിൽ പകർത്തുക, അതിന്റെ അളവിനനുസരിച്ചാണ് അല്ലാഹു തആല ഒരാളെ ഉയർത്തുക ദുനിയാവിലും ആഖിറത്തിലും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ നിന്ന് അസ്തമിച്ചു പോയിട്ടുള്ള സുന്നത്തുകളാണ്, അല്ലെങ്കിൽ വളരെ അപൂർവമായി കാണപ്പെടുന്ന സുന്നത്തുകളാണ്. ഇതൊക്കെ നമ്മൾ ഹയാത്താക്കുക. നമ്മുടെ കൂടെയുള്ള, നമ്മുടെ വീട്ടിൽ തന്നെ ഒരാൾക്ക് രോഗമായാൽ ഇങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാഹുമ്മ ശ്ഫി ഫുലാനൻ എന്ന് പേരെടുത്ത് ദുആ ചെയ്യുന്നതാണ് മൂന്നാമത്തെ നമ്മൾ